കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഓർമ്മയിലുള്ളതാണ് ഒരു വയോധികയെ 85-കാരി അതിക്രൂരമായി കൊല്ലപ്പെട്ട വാർത്ത. മോഷണ ശ്രമത്തിനിടെ കൊല്ലപ്പെട്ട വയോധികയുടെ ഘാതകനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വെറും 17 വയസ്സാണ് പ്രതിക്ക്. ആ വാർത്തയിലേക്ക് നമ്മൾ ആദ്യം പോകുന്നത്. വയനാട് വെണ്ണിയോടിലെ വയോധികയുടെ കൊലപാതകത്തിൽ 17 വയസ്സുകാരൻ പിടിയിൽ. പണം ചോദിച്ചിട്ട് നൽകാത്തതിലുള്ള വിരോധത്തിലാണ് കൊലപാതകം നടത്തിയത്. വിവരം കൂടി ഘട്ടത്തിൽ വരുന്നു. കാൽദാസൻ ദേവത്വം വയനാട്ടിൽ ചേർന്നു. കാലി, നേരത്തെ പറഞ്ഞതുപോലെ അരും കൊലയായിരുന്നു. മോഷണ ശ്രമത്തിനിടെ കൊലപ്പെടുത്തിയ നിഗമനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. പലരെയും പോലീസിന് സംശയമുണ്ടായിരുന്നു. ഈ 17-കാരനായ പ്രദേശവാസിയായ പ്രതിയിലേക്ക് പോലീസ് എങ്ങനെ എത്തി? സുഹൈൽ, ഏറെ നാളത്തെ അന്വേഷണത്തിനൊടുവിൽ ഈ പ്രതി പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായി പറഞ്ഞാൽ മെയ് 24-നാണ് ഈ വെണ്ണിയോട് ഈ ഒരു കൊലപാതകം നടന്നത്. ഈ 85-കാരി അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. 22 ദിവസത്തിന് ശേഷം ഒരു 17-കാരനാണ് പ്രതി എന്നുള്ളത് പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ ഈ പ്രതിയെ സംശയമുണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായി തന്നെ പറഞ്ഞത്. കാരണം നേരത്തെയും ഈ പ്രതിയെ തന്നെ, ഈ 17-കാരനെ തന്നെ പലതവണയും ചോദ്യം ചെയ്തിരുന്നു. ഇതാ പ്രദേശത്തെ ഒരു സ്ഥിരം പ്രശ്നക്കാരനാണ് ഈ ഒരു 17-കാരൻ എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്നുള്ളത്. കഴിഞ്ഞ കുറേ നാളുകളിൽ നമ്മൾ ആ ഒരു പ്രദേശത്ത് അന്വേഷിച്ചപ്പോൾ പോലും പ്രദേശവാസികൾ കൂടി പറഞ്ഞത് ഈ 17-കാരനെ കൊണ്ടുള്ള ഉപദ്രവം സഹിക്കാനാവാത്ത വിധമായിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൊലപാതകത്തിന് പിന്നിലും ഈ ഒരു 17-കാരനാകാം എന്നുള്ള ഒരു സംശയം കൂടിയാണ് പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ 17-കാരന് പ്രത്യേകതരം ഹോബികളാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് കൂട്ടിലിട്ട പട്ടിയെ കമ്പുകൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച് മുറിവേൽപ്പിച്ച് അതിന്റെ ഒച്ച കേട്ട് ആസ്വദിക്കുക, ഒരു ബിങ്കോയ്ക്ക് വേണ്ടി ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്യുക, വയോധികമാരെ അല്ലെങ്കിൽ പ്രായം ചെന്നവരെയൊക്കെ ഉപദ്രവിക്കുക എന്നുള്ള തുടങ്ങി അങ്ങനെ നിരവധി ഉപദ്രവങ്ങൾ, നിരവധി ശല്യങ്ങൾ, വലിയ രീതിയിലുള്ള ശല്യം തീർത്തിരുന്നു ആ പ്രദേശത്ത് ഈ 17-കാരൻ എന്നുള്ളതാണ്. അതായത് ഒന്ന് പേര് ചോദിക്കുമ്പോൾ പോലും 10 പേരുകൾ പറയും ഈ 17-കാരൻ. അതാണ് ഈ 17-കാരന് പിന്നിൽ. ഈ 17-കാരൻ്റെ മാനസിക നില തെറ്റിയതാണെന്നുള്ള തരത്തിലുമൊക്കെ തന്നെ പ്രദേശവാസികൾ പറയുന്നുണ്ട്, അത്തരത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ 17 വയസ്സാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജുവനൈൽ ബോർഡിന് മുന്നിൽ ഈ 17-കാരനെ ഹാജരാക്കുകയാണ്. നേരത്തെയും ചോദ്യം ചെയ്തപ്പോഴൊക്കെ പല രീതിയിലുള്ള കഥകളാണ് ഈ 17-കാരൻ പറഞ്ഞിരുന്നത് എന്നുള്ളതും കൂടിയാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഇത് തന്നെയാണോ പ്രതി എന്നുള്ള സംശയം പോലീസിന് വരെ തോന്നിയ സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ 17-കാരൻ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു, വെളിപ്പെടുത്തിയിരിക്കുന്നു എന്താണ് അന്ന് നടന്നിരുന്നത് എന്നുള്ളത് കൂടി. എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസ് അത് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. ജുവനൈൽ ബോർഡിന് മുന്നിൽ ഈ 17-കാരനെ ഹാജരാക്കിയിരിക്കുന്നു. വെണ്ണിയോട് കൊലപാതകത്തിന്റെ ചുരുൾ അഴിഞ്ഞിരിക്കുന്നു. സുഹൈൽ, ശരി, മക്കളുടെ വീട് തൊട്ടടുത്തുണ്ടായിരുന്നു. എന്നിട്ടും 85-കാരി ഫാത്തിമ തറവാട് വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. പ്രദേശവാസിയായ സ്ഥിരം ശല്യക്കാരനെ നാട്ടുകാർക്ക് ആകെ കൂടെ പ്രശ്നക്കാരനായ ഒരു യുവാവിനാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. 17 വയസ്സാണ്. ഒരുപാട് വിനോദങ്ങൾ, അതായത് സൈക്കോപാത്താണെന്ന് സംശയമില്ലാത്ത തരത്തിലുള്ള വിനോദങ്ങളാണ്. കൂട്ടിലുള്ള പട്ടിയെ കമ്പി കൊണ്ട് കുത്തി അത് ശബ്ദമുണ്ടാക്കുന്ന കേട്ട് രസിക്കുക, ബിങ്കോയ്ക്ക് വേണ്ടി നാട്ടുകാരെ തല്ലുക, അങ്ങനെ ഒരുപാട് ക്രൂരതകൾ കാട്ടിക്കൂട്ടി നാട്ടുകാരാകെ ബുദ്ധിമുട്ടിലാക്കിയ 17-കാരൻ ഒടുക്കം, അപ്പോഴൊക്കെ കൈവിട്ട 17-കാരൻ ഒടുക്കം ഒരു ജീവനും ആ പ്രദേശത്ത് നിന്ന് എടുത്തിരിക്കുന്നു. വയോധിക കൊലപ്പെടുത്തിയ കേസിൽ 17-കാരനായ പ്രതി പിടിയിലായിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.